ഫിഫ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ടങ്ങൾ ആവേശകരമായ അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും റൗണ്ട് 32-വിലെ ടീമുകൾ ആരൊക്കെയാവുമെന്നതിനെക്കുറിച്ച് കൂടുതൽ ചിത്രങ്ങളും വ്യക്തമായിക്കൊണ്ടിരിക്കുകയുമാണ്. ഏതായാലും ഞായറാഴ്ചയോടുകൂടി ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളൊക്കെ പൂർത്തിയാവുന്നതായിരിക്കും. നാളെ രാവിലെ 5 മണിക്കാണ് ഗ്രൂപ്പ് കെയിലെ വളരെയധികം നിർണായകമായിട്ടുള്ളൊരു ക്രൂഷ്യൽ മാച്ച് നടക്കാൻ പോകുന്നത്. പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള ഒരു ഗംഭീര മത്സരമായിരിക്കും അത്. കാരണം നാളത്തെ മത്സരത്തിൽ പോർച്ചുഗലിന് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ തന്നെ ഇരു ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും. ഇനിയിപ്പോൾ സമനിലയോ അല്ലെങ്കിൽ പരാജയമോ ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഗോൾ ഡിഫറൻസിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ 3-ാം സ്ഥാനത്തേക്ക് വീണു പോകാനുള്ള സാധ്യതകൾ കുറവാണ്. ഏതായാലും പോർച്ചുഗലിന്റെ റൗണ്ട് ഓഫ് 32-വിലെയും റൗണ്ട് ഓഫ് 16-ലെയും പിന്നീട് ക്വാർട്ടർ ഫൈനലൊക്കെ എത്തുകയാണെങ്കിൽ അവിടെയൊക്കെ വെച്ച് പറങ്കിപ്പട നേരിടേണ്ട എതിരാളികൾ ആരായിരിക്കും? ജസ്റ്റ് ഒരു സാധ്യത നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതെ, ഏതായാലും ഈ ഒരു ഗ്രൂപ്പിൽ 1-ാമത് അതായത് കൊളംബിയയും പരാജയപ്പെടുത്തിക്കൊണ്ട് 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് DEIJL ഏതെങ്കിലും 5 ഗ്രൂപ്പുകളിലെ ഒരു ബെസ്റ്റ് തേർഡ് പ്ലേസ് ടീമിനോടായിരിക്കും പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32-വിൽ ഏറ്റുമുട്ടുന്നതും. ആ കളി അവർ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനായാസം വിജയിക്കേണ്ടതാണ്. റൗണ്ട് ഓഫ് 16-ൽ സ്വിറ്റ്സർലാൻഡും പിന്നെ ബെസ്റ്റ് തേർഡ് പ്ലേസ് ടീമുമായിട്ട് കളിക്കുന്ന മത്സരത്തിലെ വിജയികളോടായിരിക്കും റൗണ്ട് ഓഫ് 16-ൽ വെച്ച് പോർച്ചുഗൽ കളിക്കേണ്ടി വരികയും ചെയ്യുക. അതായത് പോർച്ചുഗലിന്റെ നിലവാരമുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊളംബിയയുമായിട്ടുള്ള മത്സരം വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് റൗണ്ട് ഓഫ് 32-ഉം റൗണ്ട് ഓഫ് 16-ഉം എളുപ്പത്തിൽ അനായാസം മറികടക്കാൻ സാധിക്കേണ്ടതാണ്. പിന്നെ ക്വാർട്ടർ ഫൈനലായിരിക്കും കുറച്ച് കടുപ്പമുള്ള എതിരാളികൾ വരാൻ പോകുന്നതും. അതായത് ചിലപ്പോൾ അർജന്റീന വരെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏതായാലും കൊളംബിയയുമായിട്ടുള്ള മത്സരം സമനിലയിലോ അല്ലെങ്കിൽ പിന്നെ പരാജയത്തിലോ അവസാനിക്കുകയാണെങ്കിൽ മിക്കവാറും പിന്നീട് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും പോർച്ചുഗൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ റൗണ്ട് ഓഫ് 32-വിൽ തന്നെ ഗ്രൂപ്പ് എല്ലിലെ റണ്ണറപ്പുകളോടാണ് പോർച്ചുഗൽ പിന്നീട് കളിക്കേണ്ടി വരിക. അത് ചിലപ്പോൾ ഗാനയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇംഗ്ലണ്ട് മാത്രമല്ല, ഗാനയും ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആര് വന്നാലും അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. പിന്നീട് റൗണ്ട് ഓഫ് 16-ൽ ആ മത്സരം വിജയിച്ചുകൊണ്ട് അവർ റൗണ്ട് ഓഫ് 16-ൽ പ്രവേശിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എച്ചിലെയും ഗ്രൂപ്പ് ജെയുടെ റണ്ണറപ്പുകളുമായിട്ടുള്ള മത്സരത്തിലെ വിജയികളോടായിരിക്കും പോർച്ചുഗൽ റൗണ്ട് ഓഫ് 16 കളിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതും ഒരു കടുപ്പമേറിയ മത്സരമായിരിക്കും. മിക്കവാറും അവിടെ സ്പെയിനൊക്കെ വരാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. സോ ഒട്ടും എളുപ്പമായിരിക്കില്ല പിന്നീടുള്ള കാര്യങ്ങൾ. സോ പോർച്ചുഗലിന് ഈ ഒരു ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. നാളത്തെ മത്സരം അതിനിർണായക പോരാട്ടവുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.